നമസ്കാരം. റെഡി ടു സ്റ്റഡി PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പുതിയ SCERT 6ാം ക്ലാസ് ആദ്യത്തെ ചാപ്റ്റർ, സോഷ്യൽ സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററായിട്ടുള്ള ആദിമ മനുഷ്യനും സംസ്കാരങ്ങളും അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു. നമുക്ക് ഈ വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ, വെങ്കലയുഗ സംസ്കാരങ്ങൾ മുതലുള്ള ഭാഗങ്ങൾ നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ LGS ലെവൽ പരീക്ഷകൾക്കാണ് ഈ ഒരു ഭാഗങ്ങൾ കൂടുതൽ സ്ട്രെസ്സ് ചെയ്ത് പഠിക്കേണ്ടത്. LGS, കമ്പനി ബോർഡ് LGS, VFA തുടങ്ങിയ എക്സാമുകൾ ലക്ഷ്യമിട്ട് പഠിക്കുന്ന കുട്ടികൾ ഈ ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതിന് മുകളിലോട്ട് LD ലെവൽ എക്സാമുകളിലൊന്നും തന്നെ ആൻഷ്യൻ്റ് ഹിസ്റ്ററി PSCയുടെ സിലബസിലില്ല. എന്നാലും SCERT പാഠഭാഗങ്ങൾ ഇവ പറയുന്നത് കൊണ്ട് വെറുതെ ഒന്ന് കേട്ടിരിക്കുന്നത് നന്നായിരിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു വെങ്കലത്തിൻ്റെ കണ്ടുപിടുത്തം എങ്ങനെയാണ് മനുഷ്യജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയതെന്ന്. അത്തരത്തിലുള്ള മാറ്റങ്ങളുടെ ഫലമായി നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വെങ്കലയുഗത്തിൽ സംസ്കാരങ്ങൾ രൂപപ്പെട്ടു. അത്തരത്തിലുള്ള സംസ്കാരങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. മെസപ്പൊട്ടേമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം, ഇവ നാലുമാണ് വെങ്കലയുഗത്തിൽ രൂപം കൊണ്ട സംസ്കാരങ്ങൾ. നമുക്കിവ ഓരോന്നും പഠിക്കാം. അതിനു മുൻപായി എന്തുകൊണ്ടാണ് വെങ്കലയുഗ സംസ്കാരങ്ങൾ നദീതടങ്ങളിൽ രൂപപ്പെട്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? നമ്മൾ ആദ്യമേ പറഞ്ഞു, കൃഷി തുടങ്ങിയതിന് ശേഷമുണ്ടായ സംസ്കാരങ്ങളായതുകൊണ്ട് തന്നെയാണ് നദീതടങ്ങളിൽ, അല്ലേ? ഫലഭൂയിഷ്ടമായ മണ്ണുള്ളത് നദീതടങ്ങളിലാണ്. ജലലഭ്യത അവിടെയുണ്ട്, അനുകൂല കാലാവസ്ഥ അവിടെയുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു നഗരങ്ങൾ അല്ലെങ്കിൽ പട്ടണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഫലഭൂയിഷ്ടമായ മണ്ണ്, ജലലഭ്യത, അനുകൂലമായ കാലാവസ്ഥ. നമുക്ക് മെസപ്പൊട്ടേമിയൻ സംസ്കാരം നോക്കാം. മെസപ്പൊട്ടേമിയൻ സംസ്കാരം ഇറാഖിലാണ് രൂപം കൊണ്ടത്. മെസപ്പൊട്ടേമിയൻ സംസ്കാരം ഇറാഖിലാണ് രൂപം കൊണ്ടത്. മെസപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം നദികൾക്കിടയിലെ പ്രദേശമെന്നാണ്. മെസപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം നദികൾക്കിടയിലെ പ്രദേശമെന്നാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രിസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മെസപ്പൊട്ടേമിയ എന്ന് പറയുന്ന സംസ്കാരം രൂപം കൊണ്ടത് യൂഫ്രട്ടീസ്, ടൈഗ്രിസ് എന്നീ നദികൾക്കിടയിലാണ്. അങ്ങനെ നദികൾക്കിടയിലെ ഒരു പ്രദേശമായതുകൊണ്ടാണ് ഇതിന് മെസപ്പൊട്ടേമിയ എന്ന പേര് ലഭിച്ചത്. നിലവിലിത് ഇറാഖിൻ്റെ ഭാഗമാണ്. ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്താണ് ഇത് ഉണ്ടായിരുന്നത്. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ എന്നിങ്ങനെ 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടിച്ചേർന്നതാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ എന്നിങ്ങനെ 4 സംസ്കാരങ്ങൾ ചേർന്നതാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം. മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു ഉറൂക്ക്, ലഗാഷ്. 3 നഗരങ്ങളുടെ പേര് പറയുന്നുണ്ട്. ഉറൂക്ക്, ലഗാഷ്. ഉറൂക്ക്, ലഗാഷ് എന്നിങ്ങനെ 3 പ്രധാന നഗരങ്ങളാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൽ ഉണ്ടായിരുന്നത്. മെസപ്പൊട്ടേമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായം ക്യൂണിഫോം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവരുടെ എഴുത്ത് സമ്പ്രദായം അറിയപ്പെട്ടിരുന്നത് ക്യൂണിഫോം എന്നാണ്. മെസപ്പൊട്ടേമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായമാണ് ക്യൂണിഫോം. ഈ ലിപി വികസിപ്പിച്ചത് സുമേറിയക്കാരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അതിനകത്ത് 4 സംസ്കാരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിൽ സുമേറിയക്കാരാണ് ഈ ക്യൂണിഫോം ലിപി വികസിപ്പിച്ചത്. ആപ്പിൻ്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണിത്. ആപ്പിൻ്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണ്. ഇതിൻ്റെ ചിത്രം പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. കളിമൺ ഫലകങ്ങളിലാണ് ഇവർ എഴുതിയിരുന്നത്. അപ്പോൾ ഈ ക്യൂണിഫോം ലിപി എഴുതിയിരുന്നത് കളിമൺ ഫലകങ്ങളിലാണ്. കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ ഫലകങ്ങളിൽ എഴുതാൻ അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ മെസപ്പൊട്ടേമിയയിലെ എഴുത്ത് സമ്പ്രദായമാണ് ക്യൂണിഫോം. ഇത് വികസിപ്പിച്ചത് സുമേറിയക്കാരാണ്. ആപ്പിൻ്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണിത്. കളിമൺ ഫലകങ്ങളിലാണ് അവരിത് എഴുതിയിരുന്നത്. കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ ഫലകങ്ങളിൽ എഴുതാൻ ഇവർ ഉപയോഗിച്ചിരുന്നത്. മെസപ്പൊട്ടേമിയക്കാരുടെ സംഭാവനകൾ നോക്കാം. ശാസ്ത്രവും ഗണിതപരവുമായ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചാന്ദ്രപഞ്ചാംഗം മെസപ്പൊട്ടേമിയക്കാരുടെ സംഭാവനയാണ്. ചാന്ദ്രപഞ്ചാംഗം. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കിയിരുന്നു. മെസപ്പൊട്ടേമിയക്കാർ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കിയിരുന്നു. ഹരണവും ഗുണനവും അവരുടെ സംഭാവനയാണ്. അപ്പോൾ ശാസ്ത്രവും ഗണിതപരവുമായിട്ടുള്ള മെസപ്പൊട്ടേമിയക്കാരുടെ സംഭാവനകളാണ് ചാന്ദ്രപഞ്ചാംഗം, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, ഹരണം, ഗുണനം. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെ അവരന്നേ കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഹരണവും ഗുണനവും ഒക്കെ അവർക്കറിയായിരുന്നു. ചന്ദ്രപഞ്ചാംഗം ഇത്രയും
മെസൊപ്പൊട്ടേമിയക്കാരുടെ ശാസ്ത്രപരമായ ഗണിതപരമായ സംഭാവനകളാണ്. ഇനി നിയമത്തിൻ്റെ നോക്കുകയാണെങ്കിൽ സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുങ്കിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ടത്. സുമേറിയൻ ഭരണാധികാരിയായിരുന്നു ഡുങ്കി. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ടത്. സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുങ്കിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ടത്. ഈ നിയമങ്ങൾ പരിഷ്കരിച്ചതാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത. അപ്പോൾ ഡുങ്കിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ക്രോഡീകരിക്കുന്നത്, പിന്നീട് അത് പരിഷ്കരിച്ചതാണ് ഹമ്മുറാബി. ഹമ്മുറാബിയുടെ നിയമസംഹിത എന്ന് പറയുന്നത് ഡുങ്കിയുടെ കാലഘട്ടത്തിലെ നിയമങ്ങൾ ക്രോഡീകരിച്ച് വെച്ചിരുന്നതിനെ പരിഷ്കരിച്ചതാണ്. ഹമ്മുറാബിയുടെ നിയമസംഹിതയെക്കുറിച്ച് നമുക്ക് നോക്കാം. ബാബിലോണിയയിലെ ഭരണാധികാരിയായിരുന്നു ഹമ്മുറാബി. നമ്മൾ പറഞ്ഞു മെസൊപ്പൊട്ടേമിയയിൽ സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ എന്നിങ്ങനെ 4 സംസ്കാരങ്ങളുണ്ടായിരുന്നു. അതിൽ ബാബിലോണിയയിലെ ഭരണാധികാരിയായിരുന്നു ഹമ്മുറാബി. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു നിയമസംഹിതയാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത. ലോകത്ത് എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിതയായി അറിയപ്പെടുന്നത് ഇതാണ്. അപ്പോൾ ലോകത്ത് എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിതയാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന ശിക്ഷാരീതിയാണ് ഈ നിയമസംഹിതയിൽ ഉള്ളത്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നുള്ളത് ആരുടെ ശിക്ഷാരീതിയാണ്? ഹമ്മുറാബിയുടെ ശിക്ഷാരീതിയാണ്. ഹമ്മുറാബി മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിൽ ഉള്ള വ്യക്തിയാണ്. മെസൊപ്പൊട്ടേമിയക്കാരുടെ ആരാധനാലയങ്ങൾ സിഗുറാത്തുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ സിഗുറാത്തുകൾ എന്ന ആരാധനാലയങ്ങൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മെസൊപ്പൊട്ടേമിയൻ സംസ്കാരമാണ്. മെസൊപ്പൊട്ടേമിയൻ കാരുടെ ആരാധനാലയമാണ് സിഗുറാത്തുകൾ. പ്രധാനമായും നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ പണിതിരുന്നത്. ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചത്. ഇഷ്ടികകൾ ഉപയോഗിച്ചിട്ടാണ് സിഗുറാത്തുകൾ നിർമ്മിച്ചിരുന്നത്. ഉർ നഗരത്തിലെ സിഗുറാത്ത് ഇപ്പോഴും നിലവിലുണ്ട്, സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഉർ നഗരം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഉർ, ഉറൂക്ക്, പിന്നെ ലഗാഷ്, ഇങ്ങനെ 3 നഗരങ്ങളാണ് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ ഉർ നഗരത്തിലെ സിഗുറാത്ത് ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അടുത്തതായി നമുക്ക് ഈജിപ്ഷ്യൻ സംസ്കാരം നോക്കാം. പേര് പോലെ തന്നെ ഈജിപ്തിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത്. നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത്. നമുക്കറിയാം നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്റ്റാണ്. നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്റ്റാണ്. ഈജിപ്ഷ്യൻ സംസ്കാരം ഈജിപ്തിലാണ് ഉണ്ടായിരുന്നത്. നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാന നഗരം കെയ്റോയാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാന നഗരം കെയ്റോയാണ്. ഈജിപ്തിലെ രാജാക്കന്മാർ ഫറവോ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ഫറവോ എന്ന പേരിലാണ്. ഈ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് പിരമിഡുകൾ. ഈ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് പിരമിഡുകൾ. കൃഷിയായിരുന്നു ജനങ്ങളുടെ പ്രധാന ജീവിതമാർഗം. ഗോതമ്പ്, ബാർലി, തിന, പഴവർഗ്ഗങ്ങൾ, ചണം, പരുത്തി ഇതൊക്കെ നൈൽ നദീതടത്തിൽ കൃഷി ചെയ്തിരുന്നു. ഈ ഒരു കാർഷിക സമൃദ്ധിയാണ് നൈൽ തടത്തിൽ ഒരു നാഗരിക സംസ്കാരം വളർന്നു വരാൻ ഇടയാക്കിയത്. അതുകൊണ്ടാണ് ഈജിപ്തിനെ നൈലിൻ്റെ ദാനമെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് നൈൽ നദീതീരത്താണ്. ഇവിടുത്തെ ഒരു പ്രധാന നഗരമാണ് കെയ്റോ. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ രാജാക്കന്മാർ അറിയപ്പെടുന്നത് ഫറവോയാണ്. പിന്നെ പിരമിഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് ഫറവോമാരുടെ ശവകുടീരങ്ങളായ പിരമിഡുകൾ. അപ്പോൾ ഫറവോമാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. ഗിസയിലെ മഹത്തായ പിരമിഡ് ഏറ്റവും വലുതും പ്രശസ്തവുമാണ്. അപ്പോൾ ഏറ്റവും വലുതും പ്രശസ്തവുമായൊരു പിരമിഡാണ് ഗിസയിലെ പിരമിഡ്. അപ്പോൾ ഫറവോ എന്ന് വെച്ചാൽ ഈജിപ്തിലെ രാജാവായ ഫറവോമാരുടെ ശവ കുടീരങ്ങളാണ് പിരമിഡുകൾ. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ മാത്രം പ്രത്യേകതയാണത്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് മമ്മികൾ. മൃതദേഹം സുഗന്ധദ്രവ്യങ്ങൾ പൂശി അനശ്വരമായി സൂക്ഷിക്കുന്ന സമ്പ്രദായമാണ് ഈ മമ്മികൾ. ഇപ്രകാരം സൂക്ഷിച്ചിരുന്ന മൃതദേഹത്തിന് മമ്മി എന്ന് പറയും. മൃതദേഹം സുഗന്ധദ്രവ്യങ്ങൾ പൂശി അനശ്വരമായി സൂക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള മൃതദേഹങ്ങളെ മമ്മി എന്ന് പറയുന്നു. ഇത് ഈജിപ്തുകാരുടെ ഒരു പ്രത്യേകതയാണ്. ഫറവോ ആയിരുന്ന തൂത്തൻഹാമൻ്റെ മമ്മിയാണ് ഇവയിൽ ഏറ്റവും പ്രശസ്തമായത്. അപ്പോൾ ഒരു ഫറവോ ആയിരുന്നു തൂത്തൻഹാമൻ. അദ്ദേഹത്തിൻ്റെ മമ്മിയാണ് ഇത്തരത്തിൽ ലഭിച്ചതിൽ ഏറ്റവും പ്രശസ്തമായത്. പിരമിഡുകൾക്കുള്ളിലാണ് ഇത്തരം മമ്മികൾ സൂക്ഷിച്ചിരുന്നത്. നേരത്തെ പറഞ്ഞു അവരുടെ ശവകുടീരമാണെന്ന്. ആ പിരമിഡുകൾക്കുള്ളിലാണ് ഇത്തരം മമ്മികൾ സൂക്ഷിച്ചിരുന്നത്. പുരാതന ഈജിപ്തുകാരുടെ എഴുത്തുലിപി ഹൈറോഗ്ലിഫിക്സ് ആയിരുന്നു. നമ്മൾ നേരത്തെ മെസോപ്പൊട്ടേമിയ പറഞ്ഞപ്പോൾ ക്യൂണിഫോം പറഞ്ഞു. അതുപോലെ തന്നെ ഈജിപ്തുകാർക്കുള്ള ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. ചിഹ്നവും അക്ഷരരൂപവും കൂട്ടിച്ചേർത്ത ലിപിയാണിത്. വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം.
ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം വിശുദ്ധമായ എഴുത്ത് എന്നാണ്. വലത്ത് നിന്ന് ഇടത്തോട്ടാണ് ഇത് വായിച്ചുകൊണ്ടിരുന്നത്. വലത്ത് നിന്ന് ഇടത്തേക്കാണിത് വായിച്ചുകൊണ്ടിരുന്നത്. വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഗണിതവും വൈദ്യശാസ്ത്രവും ഈജിപ്തിൽ പുരോഗതി കൈവരിച്ചിരുന്നു. ഗണിതവും വൈദ്യശാസ്ത്രവും. ഗണിതശാസ്ത്രത്തിലെ ജ്യാമിതിക്ക് അടിസ്ഥാനമിട്ടത് ഈജിപ്തുകാരായിരുന്നു. ഗണിതശാസ്ത്രത്തിലെ ജ്യാമിതിക്ക് അടിസ്ഥാനമിട്ടത് ഈജിപ്തുകാരായിരുന്നു. സങ്കലനം, വ്യവകലനം എന്നിവ ഇവരുടെ സംഭാവനയായിരുന്നു. സങ്കലനം, വ്യവകലനം എന്നിവ ഈജിപ്തുകാരുടെ സംഭാവനയാണ്. അപ്പോൾ ഹരണവും ഗുണനവും മെസപ്പൊട്ടേമിയക്കാരുടെ സംഭാവനയായിരുന്നു. അതുപോലെ തന്നെ സങ്കലനവും വ്യവകലനവും ഈജിപ്തുകാരുടെ സംഭാവനയാണ്. കൂടാതെ സൗരപഞ്ചാംഗം ഇവരുടെ സംഭാവനയാണ്. സൗരപഞ്ചാംഗം ഇവരുടെ സൗരപഞ്ചാംഗത്തിൽ 365 ദിവസം ഉണ്ടായിരുന്നു. അതായത് 30 ദിവസം വീതമുള്ള 12 മാസം. 30 ദിവസം വീതമുള്ള 12 മാസങ്ങളോടൊപ്പം 5 ദിവസം കൂട്ടിച്ചേർത്ത് 365 ദിവസങ്ങളടങ്ങിയ ഒരു വർഷമാണ് ഇവരുടെ സൗരപഞ്ചാംഗം. സോളാർ കലണ്ടർ എന്ന് പറയും. ഇവരുടെ സൗരപഞ്ചാംഗത്തിന് 365 ദിവസം ഉണ്ടായിരുന്നു. സൗരപഞ്ചാംഗം ഈജിപ്തുകാരുടെ സംഭാവനയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ചാന്ദ്ര പഞ്ചാംഗം പറഞ്ഞു, അത് മെസപ്പൊട്ടേമിയക്കാരുടെ സംഭാവനയാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ചൈനീസ് സംസ്കാരം നോക്കാം. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പാഠപുസ്തകത്തിൽ പറയുന്നുള്ളൂ. ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത്. ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത്. കൃഷിയായിരുന്നു ഈ സംസ്കാരത്തിൻ്റെയും അടിത്തറ. കൂടാതെ നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലും അവർ വിദഗ്ധരായിരുന്നു. മികവുറ്റ വെങ്കല ശില്പങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു. നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം, മികവുറ്റ വെങ്കല ശില്പങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു. ചൈനക്കാരുടെ ഇടയിൽ പുരാതന കാലം മുതൽ തന്നെ എഴുത്ത് സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിക്കുന്ന ചിത്രലിപിയായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത്. കാലക്രമത്തിൽ അവർ ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ രൂപപ്പെടുത്തി. മാറ്റങ്ങളോടെ ആ ലിപി ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നു. അപ്പോൾ പുരാതന കാലം മുതൽ തന്നെ ചൈനയിൽ എഴുത്ത് സമ്പ്രദായം ഉണ്ടായിരുന്നു. ആദ്യം അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങളായിരുന്നു, പിന്നീട് ചിത്രങ്ങൾ പകരം ചിഹ്നങ്ങളായി. അതിനുശേഷം മാറ്റങ്ങൾ വന്നിട്ടാണ് ഇന്നുള്ള ചൈനീസ് ലിപി ഉണ്ടായത്. അടുത്തതായിട്ട് നമുക്ക് ഹാരപ്പൻ സംസ്കാരം നോക്കണം. ഹാരപ്പൻ സംസ്കാരം എവിടെയാണ് നിലനിന്നത്? ഇന്ത്യയിലാണ് നിലനിന്നിരുന്നത്. വെങ്കലയുഗത്തിൽ സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഹരപ്പൻ സംസ്കാരം. വെങ്കലയുഗത്തിൽ സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഹരപ്പൻ സംസ്കാരം. ഏകദേശം BC 2600 മുതൽ BCE 2600 മുതൽ BCE 1900 വരെയാണ് ഈ സംസ്കാരത്തിൻ്റെ കാലഘട്ടമായി പൊതുവെ കരുതപ്പെടുന്നത്. ഹരപ്പയാണ് ആദ്യമായി കണ്ടെത്തിയ നഗരം. അതിനാലാണ് ഈ സംസ്കാരത്തെ ഹരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത്. ഈ സംസ്കാരം ഉടലെടുത്തത് സിന്ധു നദീതീരത്തായതിനാൽ സിന്ധു നദീതട സംസ്കാരം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഹരപ്പൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു പേരാണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദിയുടെ തീരത്തായതുകൊണ്ടാണ് ആ പേര് വന്നത്. ഹരപ്പയിൽ നിന്നാണ് ആദ്യമായിട്ട് ഇതിൻ്റെ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. അതുകൊണ്ട് അതിന് ഹരപ്പൻ സംസ്കാരം എന്നുള്ള പേര് വന്നു. നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഈ സംസ്കാരം വളർന്നു വന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണമെന്ന് ഈ സംസ്കാരത്തെ വിശേഷിപ്പിക്കുന്നു. നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് സിന്ധു നദീതട സംസ്കാരം വളർന്നു വന്നത്. അതിനാൽ ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് ഈ സംസ്കാരത്തെ വിശേഷിപ്പിക്കുന്നു. ഹരപ്പൻ സംസ്കാരത്തെ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നു. അതിനുള്ള കാരണം നഗരങ്ങൾ കേന്ദ്രീകരിച്ചത് വളർന്നു വന്നതുകൊണ്ടാണ്. ഇന്ത്യയിൽ പുരാവസ്തുക്കളുടെ ഉത്ഖനനത്തിനും സംരക്ഷണത്തിനുമായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ASI ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ പുരാവസ്തുക്കളുടെ ഉത്ഖനനത്തിനും സംരക്ഷണത്തിനുമായിട്ട് രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ്. 1902 മുതൽ 1928 വരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു ആര്? സർ ജോൺ മാർഷൽ. 1902 മുതൽ 1928 വരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണങ്ങളിൽ നിന്നാണ് ഹരപ്പൻ സംസ്കാരത്തെ കണ്ടെത്തിയത്. സർ ജോൺ മാർഷലാണ് ഹരപ്പൻ സംസ്കാരത്തെ കണ്ടെത്തിയത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഗവേഷണങ്ങളാണ് ഹരപ്പൻ സംസ്കാരത്തെ കണ്ടെത്തിയത്. അപ്പോൾ സിന്ധു നദിയുടെ സംസ്കാരം കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ സർ ജോൺ മാർഷൽ. ഹരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷത നഗരാസൂത്രണമാണ്. ഹരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് നഗരാസൂത്രണം. തെരുവുകളുടെ ഇരുവശങ്ങളിലുമായി അവർ വീടുകൾ നിർമ്മിച്ചിരുന്നു.
തെരുവുകളുടെ ഇരുവശങ്ങളിലുമായിട്ട് അവർ വീടുകൾ നിർമ്മിച്ചിരുന്നു. ചുട്ടെടുത്ത ഇഷ്ടികകളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്. ചുട്ടെടുത്ത ഇഷ്ടികകളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അവർ ഉപയോഗിച്ചിരുന്നത്. അഴുക്കുചാൽ സമ്പ്രദായം ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അഴുക്കുചാൽ സമ്പ്രദായം വീടുകളിൽ നിന്നുള്ള മലിനജലം തെരുവിലെ അഴുക്കുചാലുകളിലൂടെ നഗരത്തിന് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടു പോകുന്ന തരത്തിലുള്ള നഗരങ്ങളുടെയും അഴുക്കുചാലുകളുടെയും ആസൂത്രണം ഉണ്ടായിരുന്നു. നല്ല രീതിയിലൊരു ആസൂത്രണം അവിടെ ഉണ്ടായിരുന്നു. ഒരു തെരുവിൻ്റെ 2 വശങ്ങളിലായിട്ടാണ് വീടുകൾ നിർമ്മിച്ചിരുന്നത്. ചുട്ടെടുത്ത ഇഷ്ടികകളാണ് അതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചത്. അഴുക്കുചാൽ സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ മലിനജലമെല്ലാം നഗരത്തിന് പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ടു പോകുന്ന തരത്തിലുള്ള ആസൂത്രണം അവിടെ ഉണ്ടായിരുന്നു. ഹരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരമായിരുന്നു മോഹൻജദാരോ. ഹരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരമാണ് മോഹൻജദാരോ. വലിയ കുളമാണ് ഈ നഗരത്തിലെ ഏറ്റവും സവിശേഷമായ നിർമ്മിതി. ഒരു വലിയ കുളം, അതിൻ്റെ ഒരു അവശിഷ്ടം കണ്ടെത്തിയിട്ടുണ്ട്. ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ ഇരുവശങ്ങളിലും പടവുകളും കുളിക്കുവാനായി കുളിമുറികളും ഉണ്ടായിരുന്നു. ശുദ്ധജലം നിറയ്ക്കാനും മലിനജലം പുറത്തേക്ക് ഒഴുകാനുമുള്ള സംവിധാനം ഇവിടെ നിലനിന്നിരുന്നു. വളരെ നല്ല രീതിയിലൊരു ആസൂത്രണം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഹരപ്പൻ സംസ്കാരത്തിലെ പ്രധാന ഒരു നഗരമാണ് മോഹൻജദാരോ. വലിയ കുളം ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഗ്രേറ്റ് ബാത്ത് എന്ന് പറയും. ഹരപ്പൻ ജനതയുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു. ഹരപ്പൻ ജനതയുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു. ഗുജറാത്തിലെ രംഗ്പൂർ, ലോഥൽ എന്നിവിടങ്ങളിൽ നിന്ന് നെൽകൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഹരപ്പൻ സംസ്കാരത്തിൽ നെൽകൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവ് ലഭിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ രംഗ്പൂർ, ലോഥാൽ. ഹരപ്പയിൽ കണ്ടെത്തിയ പ്രധാന ചരിത്ര ശേഷിപ്പാണ് ധാന്യപ്പുര. ധാന്യങ്ങൾ സംഭരിക്കാനും സൂക്ഷിക്കാനുമാണിത് ഉപയോഗിച്ചിരുന്നത്. മാത്രമല്ല ഹരപ്പൻ ജനത കരകൗശല വിദ്യയിൽ വൈദഗ്ധ്യമുള്ളവരായിരുന്നു. കളിപ്പാട്ടം, മുദ്രകൾ, ആഭരണങ്ങൾ, മൺപാത്രങ്ങൾ, നർത്തകിയുടെ വെങ്കല പ്രതിമ എന്നിവയൊക്കെ അവിടെ നിന്ന് കണ്ടെടുത്തവയാണ്. സ്വർണവും വെള്ളിയും മുത്തുകളും ചിപ്പിയും, സ്വർണം, വെള്ളി, മുത്ത്, ചിപ്പി എന്നിവ കൊണ്ടുണ്ടാക്കിയ മാലകളും വളകളും കർണാഭരണങ്ങളും ഇവർക്കിടയിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്നു. സ്വർണം, വെള്ളി, മുത്ത്, ചിപ്പി ഇവ കൊണ്ടുണ്ടാക്കിയ മാല, കൈവള, കർണാഭരണങ്ങൾ അതായത് കമ്മൽ പോലത്തെ ആഭരണങ്ങളൊക്കെ അന്ന് പ്രചാരത്തിലുണ്ടായിരുന്നു. കളിമണ്ണ് കൊണ്ടും ശിലകൾ കൊണ്ടും അവർ മുദ്രകൾ നിർമ്മിച്ചിരുന്നു. ഹരപ്പൻ നഗരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ കളിപ്പാട്ടങ്ങൾ, മൺപാത്രങ്ങൾ, വെങ്കല പ്രതിമ എന്നിവയെല്ലാം ഹരപ്പൻ ജനതയുടെ കലാവൈദഗ്ധ്യം പ്രകടമാക്കുന്നു. അവിടുന്ന് എന്തൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്? മൺപാത്രങ്ങളും വെങ്കല പ്രതിമകളുമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി എഴുത്തുവിദ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹരപ്പൻ ജനതയ്ക്ക് അവരുടേതായ എഴുത്തുരീതി ഉണ്ടായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങളാണ് അവർ എഴുതാൻ ഉപയോഗിച്ചിരുന്നത്. മുദ്രകളിലാണ് അവരുടെ എഴുത്തുവിദ്യ ഏറ്റവും അധികം കാണപ്പെട്ടത്. അതിന് പ്രത്യേകിച്ച് പേരൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ച എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഏകദേശം BCE 1900 കൂടി ഹരപ്പൻ നഗരങ്ങൾ തകർച്ചയെ നേരിട്ടു. ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ BC 1900 കൂടി ഹരപ്പൻ നഗരങ്ങൾ തകർച്ചയെ നേരിട്ടു. അതിന് പല അഭിപ്രായങ്ങളുണ്ട്. അതിലൊന്ന് കാലാവസ്ഥാ വ്യതിയാനം കാരണമാണ് ഹരപ്പൻ സംസ്കാരം തകർന്നു പോയത് എന്ന് പറയുന്നു. പിന്നെ നിരന്തരമായ പ്രളയം, നമുക്കറിയാം സിന്ധു നദിയുടെ തീരത്താണ് ഹരപ്പൻ സംസ്കാരം. സ്വാഭാവികമായിട്ടും നിരന്തരമായി പ്രളയം ഉണ്ടാകാം. അങ്ങനെ നിരന്തരമായ പ്രളയത്തിൻ്റെ ഫലമായിട്ട് അത് നശിച്ചു പോയിരിക്കാം. പിന്നെ മറ്റൊരു കാരണം പറയുന്നത് ഭൂമിയുടെ അമിതമായ ഉപയോഗം കൊണ്ട് നശിച്ചു പോയിരിക്കാം, അല്ലെങ്കിൽ വനനശീകരണം കാരണം. അപ്പോൾ 4 കാരണങ്ങളാണ് അല്ലെങ്കിൽ 4 അഭിപ്രായങ്ങളാണുള്ളത് ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയെക്കുറിച്ച്. 1 കാലാവസ്ഥാ വ്യതിയാനം, 2 നിരന്തരമായ പ്രളയം, 3 വനനശീകരണം, 4 ഭൂമിയുടെ അമിതമായ ഉപയോഗം എന്നിവയൊക്കെ കൊണ്ട് ഹരപ്പൻ സംസ്കാരം നശിച്ചു പോയിരിക്കാം എന്നാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായം. വെങ്കലയുഗ സംസ്കാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ സംസാരിച്ചത്. 6ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ആദ്യത്തെ പാഠഭാഗം ഇതോടെ പൂർത്തിയായിരിക്കുകയാണ്. ക്ലാസ് മനസ്സിലായിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്ത ചാപ്റ്ററുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.